സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസ് അംഗങ്ങളും കൂടി കരഘോഷത്തോടെയാണ് പ്രിയങ്കയെ പുതിയ ലോക്സഭാ അംഗമായി സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പ്രതിയോഗികളെ 4,10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് പ്രിയങ്ക കന്നി അംഗം വിജയിച്ചത്. രാജ്യസഭാ അംഗവും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ സോണിയാഗാന്ധി മകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരം വിസിറ്റേഴ്സ് ഗാലറിയിലിരുന്ന് വീക്ഷിച്ചു. ഇത് ആദ്യമായാണ് നെഹ്റു കുടുംബത്തിലെ 3 പേർ ഒരേ സമയം പാർലമെന്റ് അംഗങ്ങളായി സേവനമനുഷ്ഠിക്കുന്നത്. പ്രിയങ്കയ്ക്ക് പുറമെ മഹാരാഷ്ട്രയിലെ നന്ദനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രവീന്ദ്ര വസന്ത റാവു ചവാനും ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് മുണ്ടയ്ക്കൽ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ലഭിക്കാനുള്ള പുനരുദ്ധാന പാക്കേജും തന്റെ മണ്ഡലങ്ങളിലേക്കുള്ള മറ്റ് ആവശ്യങ്ങളും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷ. ഏറെ കാലമായ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ഈ 52-കാരി മുൻപ് തിരഞ്ഞെടുപ്പ് നേരിടാൻ വിമുഖത കാട്ടിയിരുന്നു. എന്നാൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രിയങ്ക വയനാട്ടിലെത്തിയത്.